ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. ബെഡിൽ കിടന്ന് വേദന കൊണ്ട് നിരങ്ങുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ അവൻ വന്യമായി നോക്കി. തന്റെ പരാക്രമങ്ങളെല്ലാം ഏറ്റുവാങ്ങി കിടക്കുന്നവളെ കണ്ട് അവൻ അല്പം പോലും ദയ തോന്നിയില്ല. ജിത്തു ആ കുഞ്ഞിപ്പെണ്ണിന്റെ കവിളിൽ അമർത്തിപ്പിടിച്ചു. ആ വേദന കൊണ്ട് ആ പെണ്ണൊന്ന് പിടഞ്ഞുപോയി. ഇവിടെ നടന്നതൊന്നും ആരും അറിയാൻ പാടില്ല. അറിയാലോ നിനക്കെന്നെ. ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞോ നിന്റെ അമ്മയുടെ ജീവൻ കൂടി എടുക്കും ഞാൻ. അവന്റെ വാക്കുകൾ ആ 13 വയസ്സുകാരിയിൽ ഭീതി നിറച്ചു. അവൻ വീണ്ടും അവളിലേക്ക് അടുത്തതും വേദന കൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണ് വിരുമ്പിക്കരഞ്ഞു. ഛീ, മിണ്ടാതെ അടങ്ങി കിഴക്കടി പുല്ലേ. കാമം തലക്ക് പിടിച്ച പുരുഷൻ മൃഗമായാൽ അവന് കുഞ്ഞെന്നോ വൃദ്ധയെന്നോ അമ്മയെന്നോ ഇല്ലെന്ന് ജിത്തു തന്റെ പ്രവർത്തികളിലൂടെ തെളിയിച്ചു. അപ്പോഴും അവൻ അറിഞ്ഞില്ല, ഈ ഭൂമിയിൽ പെണ്ണെന്നാൽ സീതാദേവി മാത്രമല്ല, കാളിയും ഭദ്രയും ഒക്കെ കൂടിയുണ്ടെന്ന്. ഇതേ സമയം അങ്ങകലെ മുംബൈ നഗരത്തിന്റെ ബെഡിൽ സുഖമായി കിടന്നുറങ്ങിയിരുന്നവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ഹീരയുടെ മിഴികളിൽ കനലെരിഞ്ഞു. തന്റെ കുഞ്ഞിപ്പെങ്ങളുടെ വേദന നഗരത്തിലിരുന്നും അവളുടെ മനസ്സ് തൊട്ടറിഞ്ഞിരുന്നു. വേഗം തന്റെ ഫോൺ തപ്പിയെടുത്തുകൊണ്ട് അവൾ അമ്മ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. എത്ര വിളിച്ചിട്ടും ആ ഫോൺ എടുത്തില്ല. അതവളിൽ ദേഷ്യം നിറച്ചു. വാട്ട് ദി ഫക്ക്. ദേഷ്യം കൊണ്ട് അവൾ അലറിയതും സായി അവൾക്കടുത്തേക്ക് വന്നു. എന്താടി, എന്തു പറ്റി? അവളുടെ ടെൻഷൻ നിറഞ്ഞ മുഖം കണ്ട് അവൻ ചോദിച്ചു. അറിയില്ല, മനസ്സാകെ ശരിയല്ല. ആ അത് വിട്, പൃഥ്വി എവിടെ? സ്വയം ഒന്ന് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു. അവൻ ബിസിനസ് ടൂർ എന്നും പറഞ്ഞ് ചെന്നൈക്ക് പോയി. സായി പറഞ്ഞത് കേട്ട് അവളൊന്ന് അമർത്തി മൂടി. ഇതേ സമയം അവിടെ പുതുതായി ക്ലീനിങ്ങിനായി വന്ന നില പേടിയോട് അവിടേക്ക് വന്നു. അവളെ കണ്ടതും ഹീരയുടെ മുഖം കൂർത്തു. ഹീരയെ കണ്ട് നിലയുടെ മുട്ടിടിച്ചു. നിലയെ നോക്കി പേടിപ്പിക്കുന്ന ഹീരയെയും അവളെ കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുന്ന നിലയെയും കണ്ട് സായിൽ ചിരി പൊട്ടി. പൊട്ടിപ്പെണ്ണ്. നിലയെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അവൻ പ്രണയത്തോടെ ഞൊടിഞ്ഞു. നമ്മുടെ കൊച്ചു കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കൈത്തോട് എന്നു പേരുള്ള അതിമനോഹരമായൊരു കൊച്ചു ഗ്രാമം. അവിടെ മനോഹരമായൊരു ദേവീക്ഷേത്രത്തിൽ നിന്നും ദേവീനാമങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട്. ക്ഷേത്രത്തിനടുത്തുള്ള കുളപ്പടവിൽ ധാവണി എടുത്തൊരു കൂട്ടം പെൺപിള്ളേർ കൂട്ടം ചേർന്നിരുന്ന് കളി പറയുകയാണ്. എടി, ഞാൻ ഇന്നലൊരു മൂവി കണ്ടെന്റെ മോളെ. പൊളി എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി. കെട്ടുവാണെങ്കിൽ അതിലെ ഹീറോയെ പോലെ ഒരാൾ തന്നെ കെട്ടണം. എന്നാ ഗ്ലാമറാണെന്ന് അറിയോ? അല്ല, നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഭാവി ഭർത്താവ് എങ്ങനെയുള്ള ആളായിരിക്കണം എന്നാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹം? അമ്പലക്കുളത്തിന്റെ പടവിലിരുന്ന് കയ്യിലിരിക്കുന്ന കരിമ്പ് കടിച്ചു വലിച്ചുകൊണ്ട് ലക്ഷ്മി കുറുമ്പോടെ തന്റെ കൂട്ടുകാരികളായി ചോദിച്ചു. ഇത് കേട്ട് അവിടെ ഇരുന്ന ബാക്കി 3 മനസ്സിൽ ലേടുപൊട്ടിയ അവസ്ഥയായിരുന്നു. ആദ്യം നീ പറ, നിന്റെ ഭാവി ഭർത്താവിനെ കുറിച്ചുള്ള നിന്റെ സങ്കല്പം. ലക്ഷ്മി കൂട്ടത്തിൽ കുറച്ച് അടുക്കവും ഒതുക്കവും തോന്നിക്കുന്ന മീര എന്ന പെൺകുട്ടിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവളോടായി ചോദിച്ചു. അത് കേട്ട് മീര നാണത്താലൊന്ന് പുഞ്ചിരിച്ചു. എനിക്കൊരു കലിപ്പ് ചേട്ടനെ ഇഷ്ടം. പിന്നെ നല്ല ഉയരവും അത്യാവശ്യം വണ്ണമൊക്കെ വേണം. പിന്നെ ജിമ്മനായിരിക്കണം. നമ്മുടെ സിനിമാ നടൻ ഉണ്ണിമുകുന്ദനൊക്കെ പോലെ. കാണാൻ നല്ല ഭംഗി വേണം. നല്ല കട്ട താടിയും മീശയും കലിപ്പ് ലുക്കും. ആഹാ, പൊളി. ആവേശത്തോടെയും നാണത്തോടെയും മീര പറഞ്ഞു നിർത്തി. അയ്യേ ചിറ്റു, എന്നിട്ട് വേണം കല്യാണം കഴിഞ്ഞ് അവൻ നിന്നെ അടിച്ചു തൂക്കി ഭിത്തിയിലൊട്ടിക്കാൻ. എന്റെ പൊന്നു മോളെ, കണ്ട സീരിയലിലും കഥകളിലൊക്കെ കൊള്ളാം ഹിജാദി ഹീറോയെ. പക്ഷേ ജീവിതത്തിൽ ഇതൊന്നും അത്ര നല്ലതല്ലേ? ഇതാരാണെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? ഇവളാണ് മക്കളെ നമ്മുടെ കഥയിലെ നായിക. പേര് പത്മചന്ദന. ഒരു പാവം കൃഷി ഓഫീസറായ വേണുവിന്റെയും വീട്ടമ്മയായ ഗീതയുടെയും ഒരേ ഒരു സീമന്തപുത്രി. ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് ചന്തു. പുറമെ ആരുടെ മുമ്പിലും കൂസാത്ത ഭയങ്കര ധൈര്യശാലിയും ബോൾഡാണെന്ന അവളുടെ ഉറപ്പ്. എന്നാലേ ഇതുപോലൊരു പേടിത്തൊണ്ട് ഈ ലോകത്ത് വേറെ ഇല്ലെന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ രഹസ്യപ്പം നമ്മുടെ നായികക്കും അവളുടെ സ്വന്തം അച്ഛനും നമുക്ക് മാത്രമേ അറിയൂട്ടോ. നീ എന്തിനാണ് അതിനിങ്ങനെ പുച്ഛിക്കുന്നത്? മീരക്ക് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള ആളെ തന്നെ ഇഷ്ടം. കലിപ്പന്റെ റൊമാൻസ് അതൊന്നും വേറെ തന്നെ എൻ്റെ മോളെ. ലക്ഷ്മിയുടെ കൂടെ ബാക്കിയുള്ളവർ കൂടി അത് ഏറ്റുപിടിച്ചു. ഓ പിന്നെ ഒന്ന് പോടികളെ. ചന്തവരെ പൂച്ചിച്ച് വിട്ടു. എന്നാ നീ പറ, നിനക്ക് എങ്ങനെയുള്ള ആളെയാ വേണ്ടതെന്ന്? ലക്ഷ്മി അല്പം പൂച്ചത്തോടെ ചോദിച്ചു. അങ്ങനെ ചോദിക്ക്, ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഈ കലിപ്പൻ തെന്നികളൊന്നും വേണ്ട. എനിക്ക് വേണ്ടതേ ഒരു പാവം നാട്ടുപുറത്തുകാരനെയാ. ഒതുങ്ങിയ സ്വഭാവവും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവും സ്നേഹത്തോടെയുള്ള സംസാരവും. പിന്നെ ഞാൻ വഴക്കുണ്ടാക്കിയാലും അടിയിട്ടാലും തിരിച്ചെന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരാളെയാ എനിക്ക് വേണ്ടത്. തെറ്റ് ചെയ്താൽ മടി കൂടാതെ ശാസിക്കുകയും സ്നേഹം വന്നാൽ ചേർത്ത് പിടിക്കുകയും ചെയ്യണം. അല്ലാതെ എൻ്റെ കലിപ്പ് സ്വഭാവത്തിൻ്റെ കലിപ്പിനൊക്കെ കെട്ടി അവൻ്റെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങി മോങ്ങി നടക്കാനൊന്നും ഈ ചന്തുവിനെ കിട്ടില്ലേ. കയ്യിലിരുന്ന കരിമ്പ് കൊണ്ട് സ്വയം തോളിലൊന്ന് തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അയ്യേ,
ഇന്നത്തെ കാലത്തെ നിനക്ക് മാത്രം എങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ കാണും. എന്ത് പഴഞ്ചനാടി നീ ബ്ലാ. ചിത്ര അവളെ കളിയാക്കിയത് ലക്ഷ്മിയുടെ കണ്ണിൽ പൂത്തിരി കത്തി. ഡി ചന്തു, നീ ശരിക്കും പറഞ്ഞതാണോ? അങ്ങനെ ഒരാളെ കിട്ടിയാ നീ കെട്ടോ? പിന്നെ വാക്ക് മാറില്ലല്ലോ. ലക്ഷ്മി ആവേശത്തോടെ ചന്തുവിനോട് ചോദിച്ചു. ഇത് കേട്ട് എല്ലാവരും ലക്ഷ്മിയെ കൂർപ്പിച്ച് നോക്കി. ഈ ചന്തു ഒരു വാക്ക് പറഞ്ഞാലേ അത് വാക്കാ. അങ്ങനെ ഒരാൾ വന്നാ ഞാൻ കണ്ണും പൂട്ടി ഒക്കെ പറയും. വീട്ടിലാണെങ്കിൽ എനിക്ക് ഇപ്പോഴേ കല്യാണമൊക്കെ നോക്കി തുടങ്ങി. വരുന്നതൊന്നും നമ്മുടെ റേഞ്ചല്ലെന്നേ. അതുകൊണ്ട് അതൊക്കെ ഞാൻ തന്നെ നൈസായിട്ടങ്ങ് മുടക്കി. ചന്തു സങ്കടത്തോടെ പറഞ്ഞതും ലച്ചു അവളുടെ തോളിലൂടെ കൈയിട്ടു. മോളെ ചന്തു, നിന്റെ എല്ലാ സങ്കല്പങ്ങളും ഒത്തുചേർന്ന ഒരാള് ഈ ലച്ചുവിന്റെ കസ്റ്റഡിയിലുണ്ടെങ്കിലോ? എന്തോ വലിയ കാര്യം പറയുന്ന പോലെ ലക്ഷ്മി ചോദിച്ചതും ചന്തു ഒന്ന് പതറിപ്പോയി. അതാരടി നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാള്? ചിത്രയാണെന്ന് ചോദിച്ചത്. ബാക്കിയുള്ളവരുടെ മുഖത്തിലും അതേ ആകാംക്ഷയായിരുന്നു. വേറെ ആര്? എന്റെ സ്വന്തം ഏട്ടൻ, ദി ഗ്രേറ്റ് സൂര്യനാരായണൻ. ലച്ചു ആ പേര് പറഞ്ഞതും ചന്തുവിന്റെ ഹൃദയം വല്ലാതൊന്ന് പിടഞ്ഞുപോയി. ലച്ചു അല്പം അഭിമാനത്തോടെ പറഞ്ഞു. സൂര്യേട്ടനോ? അതിന് ഏട്ടൻ ഈ നാട്ടിൽ പോലും ഇല്ലല്ലോ. ആളങ്ങ് മുംബൈയിലല്ലേ? കൂടെയുള്ള സ്നേഹ ലച്ചുവിനോട് സംശയത്തോട് ചോദിച്ചു. അതൊക്കെ ശരിയാ, ആളുടനെ നാട്ടിലെത്തും. അച്ഛനും അമ്മയും ഇത്തവണ ഏട്ടനെ കെട്ടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുവാ. എന്റെ ഏട്ടനാണെങ്കിൽ ഒരു പാവ. പിന്നെ കയറി വരുന്ന ഏടത്തിയമ്മ കൂടി പാവായ അങ്ങയുടെ ജീവിതം ഗോവിന്ദയായി പോകും. അതേസമയം നിന്നെപ്പോലെ ഒന്ന് പറഞ്ഞ് രണ്ടും തിരിച്ചു പറയുന്ന ഒരു കില്ലാടിയാണെങ്കിലേ എന്റെ ഏട്ടന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനേ വേണ്ട. ലച്ചു ആവേശത്തോടെ പറഞ്ഞു. അല്ല, നീ ഇതെന്തായി പറഞ്ഞു വരുന്നേ? അവളുടെ സംസാരം കേട്ട് ചന്തു അല്പം പതർച്ചയോടെ ചോദിച്ചു. വേറെ ഒന്നുമല്ല, എന്റെ ഏട്ടനെ നിനക്ക് കെട്ടിക്കൂടെ? പുള്ളി മുംബൈ തന്നെ വലിയൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ല ശമ്പളമുണ്ട്. നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള PSH എന്ന കമ്പനിയിലാണ് ഏട്ടൻ. അവർക്ക് കേരളത്തിൽ പോലും ബ്രാഞ്ചുകളുണ്ട്. ഹോട്ടലും ടെക്സ്റ്റൈൽസും കൺസ്ട്രക്ഷൻ കമ്പനിയും ഹോസ്പിറ്റലും അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്. ലച്ചു വലിയ കാര്യത്തിൽ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ പേടികൊണ്ട് ചന്തുവിന്റെ ഹൃദയം കിടന്ന് DJ കളിക്കാൻ തുടങ്ങി. അല്ല, നീ കാര്യമായിട്ടാണോ? ഉള്ളിലെ ഭയത്തെ കഷ്ടപ്പെട്ട് മറച്ചുകൊണ്ട് ചന്തു അല്പം പതർച്ചയോടെ ചോദിച്ചു. ആ അതെ. ലച്ചു ഉറച്ചു പറഞ്ഞതും മീരയും സ്നേഹയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ ആദ്യം അറിയട്ടെ. ഞാൻ ആളെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഇതിനുള്ള ഉത്തരം തരാമേ. ഒന്നും ആലോചിച്ചതിന് ശേഷം ചന്തു വലിയ ഗമയിൽ പറഞ്ഞു. ഡബിൾ ഓക്കെ, എനിക്ക് ഉറപ്പാ. എൻ്റെ ഏട്ടൻ നിനക്ക് ഉറപ്പായി ഇഷ്ടാകും. ലച്ചു പ്രതീക്ഷയോടെ പറഞ്ഞു. എന്തോ ആ നിമിഷം അവനെ ഒന്ന് കാണുവാൻ അറിയാതെ ചന്തുവിന്റെ ഉള്ളോ ഒന്ന് തുടിച്ചു പോയിരുന്നു. എന്റെ പൊന്നു ലച്ചു, ആ പാവം ചേട്ടനെ വെറുതെ കൊലക്ക് കൊടുക്കണോ? ഇവളുടെ കില്ലാടിത്തരം കാരണം ആ ചേട്ടൻ പൊറുതി മുട്ടുവേ. ചിത്ര പറയുന്നത് കേട്ട് ബാക്കി എല്ലാവരും ചിരിച്ചപ്പോൾ ചന്തുവിന്റെ മിഴികൾ മാത്രം കൂർത്തു. ഇതേ സമയം ശ്രീനിലയം വീടിന് മുമ്പിൽ ഒരു ഓട്ടോ വന്നു നിന്നു. അതിൽ നിന്ന് വെള്ളം മുണ്ടും ചുവപ്പും മഞ്ഞയും ചേർന്ന നിറത്തിലുള്ള ചെക്ക് ഷർട്ട് ധരിച്ച് 29ഓളം വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. കണ്ണുകളിൽ നിഷ്കളങ്കതയും നെറ്റിയിൽ നീട്ടിവരച്ച സിന്ദൂരക്കുറിയും അവന് പ്രത്യേക ഭംഗി നൽകി. മുടിയെല്ലാം എണ്ണ തേച്ച് ചീകി ഒതുക്കിയിട്ടുണ്ട്. എപ്പോഴും ഹൃദ്യമായൊരു പുഞ്ചിരിയുണ്ട് അവന്റെ ചുണ്ടിൽ. ഉറച്ചതും ആരോഗ്യമുള്ളതുമായ ശരീരപ്രകൃതം, ആരെയും മോഹിപ്പിക്കുന്ന പുരുഷ സൗന്ദര്യമുള്ള ഇവനാണ് സൂര്യനാരായണൻ. കയ്യിൽ തന്റെ ലഗേജും ബാഗും എടുത്ത് ഓട്ടോക്കാരനുള്ള കൂലിയും കൊടുത്തുകൊണ്ട് അവൻ പതിയെ തന്റെ വീട് ലക്ഷ്യം വെച്ച് ചുവടുകൾ വെച്ചു. ഓട്ടോ വന്നു നിന്ന ശബ്ദം കേട്ട് അടുക്കളയിലായിരുന്ന ബാനു ഉമ്മറത്തേക്ക് ഓടി വന്നു. മോനെ സൂര്യ. ബാനു ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അമ്മേ. വളരെ ഭവ്യതയോടെയും നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തോടെയും അവൻ തന്റെ അമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ കുട്ടിയെ കണ്ടിട്ട് എത്ര കാലായടാ. അവരുടെ പരാതികൾ കേട്ട് അവന്റെ ചുണ്ട് മനോഹരമായി വിടുന്നു. അവധി കിട്ടേണ്ടമ്മേ, എനിക്ക് ആഗ്രഹമില്ലായിട്ടാണോ? അവനവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ബാനു വേഗം തന്നെ മിഴികൾ അമർത്തി തുടിച്ചു. അമ്മക്ക് മനസ്സിലാകും, 21-ാം വയസ്സിൽ കുടുംബം നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ എൻ്റെ കുഞ്ഞ്. ഇപ്പോഴും നീ ഇങ്ങനെ രാവും പകലില്ലാതെ വല്ല നാട്ടിലും കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അമ്മയുടെ നെഞ്ച് വിങ്ങുവാ. ബാനു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെയൊന്നും ചിന്തിക്കില്ലമ്മേ. അല്ല, അച്ഛനെ ലച്ചോക്കേട് കാണാൻ കൊതിയാവുന്നു. ബാനുവിന്റെ നിറഞ്ഞ മിഴികൾ കണ്ടവൻ പതിയെ തന്റെ വലം കൈയാൽ അത് തുടച്ചു നീക്കി. അച്ഛ ഹാളിലുണ്ട്, ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. ലച്ച അമ്പലത്തിൽ പോയി. അമ്മ വാ. സൂര്യ അമ്മയെയും കൂട്ടി വേഗം എടുത്ത് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ വീൽ ചെയറിലിരിക്കുന്ന തന്റെ അച്ഛനെ കണ്ട് അവൻ വേഗം ചെന്ന് നാരായണന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി. അച്ഛന്റെ കുട്ടി വന്നോ? വർഷം 3 നിന്നൊന്നിങ്ങനെ അടുത്ത് കണ്ടിട്ട്. ഇനിയെങ്കിലും ഇവിടെ നിന്നുടറാ നിനക്ക്. നാരായണൻ അവൻ അനുഗ്രഹിച്ചുകൊണ്ട് അല്പം സങ്കടത്തോടെ ചോദിച്ചു. അച്ഛാ, ഞാൻ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒന്നില്ലെങ്കിലും ആപത്ത് കാലത്ത് കൂടെ നിന്നവരല്ലേ അവിടെയുള്ള സാറന്മാർ. ഞാനെങ്ങനെയാ അവരോട് നന്ദി കേട് കാണിക്കുക?
അവൻ അല്പ സങ്കടത്തോടെ പറഞ്ഞു. ഇനി എന്താടാ, ദേ നോക്കി, നീ തന്നെ സമ്പാദിച്ചതല്ലേ ഇതെല്ലാം. ഈ അച്ഛനൊരു കഴിവേട്ടനായി, 2 നിലയിലൊരു വീടായി, ലക്ഷ്മിന്റെ വിവാഹത്തിനുള്ളത് ഇപ്പോൾ തന്നെ ബാങ്കിലായി. ഇനി നിനക്കൊരു ജീവിതം, അതാ ഞങ്ങൾക്ക് ഇനി കാണേണ്ടത്. നാരായണൻ പറഞ്ഞത് കേട്ടത് സൂര്യയുടെ മുഖം പാടി. അതൊന്നും വേണ്ടച്ചാ, ഒരു പെൺകുട്ടിയെ കൂടി എന്തിനാ വെറുതെ? ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന കൂടിയില്ല. അച്ഛൻ്റെ മോൻ എതിരെ പറയരുത്. ഈ വരവിൽ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന് ഞങ്ങൾ അത്രയേറെ ആഗ്രഹിച്ചു പോയി. അച്ഛനിനി അധികം നാളൊന്നും ഇല്ലടാ മോനെ. ഇപ്പൊ തന്നെ ആഴ്ചയിൽ ഡയാലിസിസ് 3. കാലൊക്കെ മരവിച്ച് കയ്യും ഏതാണ്ട് തളർന്ന അവസ്ഥയിലാണ്. കണ്ണിനാണെങ്കിൽ ഒരു തരം മങ്ങല. നാരായണന്റെ സ്വരം പോലും അല്പം പതിഞ്ഞു പോയി. അച്ഛ വേണ്ട, ഇനി ഒന്നും പറയണ്ട. എനിക്ക് സമ്മതം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിനെ കണ്ടെത്തിക്കോ. അത്രയും പറഞ്ഞുകൊണ്ട് സൂര്യ അകത്തേക്ക് കയറിപ്പോയി. വന്ന പാടത്തന്നെ പറയണ്ടായിരുന്നില്ല ഏട്ടാ. പാവന്റെ കുട്ടിക്ക് നല്ല സങ്കടമുണ്ട്. അവന്റെ മുഖം കണ്ടില്ലേ? ഭാനു സൂര്യ കയറിപ്പോയ വഴിയെ നോക്കി തന്റെ ഭർത്താവിനെ ശാസിച്ചു. അവനെ ഓർത്ത് ഓരോ നിമിഷവും എൻ്റെ ഉള്ളിൽ തീയ. ഈ കുടുംബത്തിന്റെ ബാധ്യത മുഴുവൻ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയവനാ എൻ്റെ കുട്ടി. അവന് സന്തോഷകരമായൊരു കുടുംബജീവിതമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടേ? അയാൾ സങ്കടത്തോടെ തന്റെ ഭാര്യയോട് ചോദിച്ചു. ഏട്ടൻ പറഞ്ഞ ശരിയാ. എൻ്റെ മോന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ എനിക്കില്ലേ കൊതി. നമുക്ക് എൻ്റെ വിനുവേട്ടൻ്റെ മോള് പറഞ്ഞേ ഒന്ന് നോക്കിയാലോ? ഭാനു എന്തോ ഓർത്ത പോലെ പറഞ്ഞു. അവൾ ഈ അടുത്തല്ലേ ഡോക്ടർ പഠിത്തം കഴിഞ്ഞിറങ്ങിയത്. അതൊക്കെ ശരിയാകൂ. കുഞ്ഞിലേ മുതൽ ആ കുട്ടി ഒരു പിടിവാശിക്കാരിയാണെന്ന കാര്യം ഓർമ്മ വേണം. നാരായണൻ അല്പം ഇഷ്ടക്കേടോടെ പറഞ്ഞു. അതൊക്കെ ചെറുപ്പത്തിലല്ലേ. ഇപ്പം ആൾ ഒരുപാട് മാറി. അവൾക്ക് ആലോചന നോക്കുന്ന ഏട്ടൻ ഈ അടുത്തുകൂടി എന്നോട് പറഞ്ഞിരുന്നു. ഭാനു ആവേശത്തോടെ പറഞ്ഞു. തനിക്ക് ഇഷ്ടമാണെങ്കിൽ മോനോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് നോക്കാടൂ. തൻ്റെ ഭാര്യയുടെ മുഖത്ത് സന്തോഷം കണ്ട അയാൾ സമ്മതിച്ചു. നോക്കാനൊന്നുമില്ല ഏട്ടാ. നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്നാ പിന്നെ അങ്ങനെയാകട്ടെ. നീ ചെന്ന് മോന് കഴിക്കാനെടുത്ത് വെക്ക്. നാരായണൻ പറഞ്ഞത് ഭാനു ശരിയെന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു.